കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വി.എൻ. വാസവൻ വിജയിച്ചത് 14,000 വോട്ടുകൾക്കാണ്. പ്രിൻസ് ലൂക്കോസ് എന്ന കേരള കോൺഗ്രസ് നേതാവിനെയാണ് പരാജയപ്പെടുത്തിയത്. ഒന്ന് ആലോചിക്കണം, കേരള കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഏറ്റുമാനൂരിൽ 4 തവണ തുടർച്ചയായി വിജയിച്ചത് തോമസ് ചാഴിക്കാടനാണ്. പിന്നീട് അദ്ദേഹം കോട്ടയം എം.പിയും ആയി. കഴിഞ്ഞ തവണ കോട്ടയത്ത് പരാജയപ്പെട്ടു. ഫ്രാൻസിസ് ജോർജിനോട് 90,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിൻ്റെ ഒരു വലിയ വിജയം, 2011 വിജയം, അത് 2016 ആവർത്തിച്ചു. അങ്ങനെയാണ് ഏറ്റുമാനൂരിൽ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം കൊണ്ടുവന്നുകൊണ്ട് തോമസ് ചാഴിക്കാടൻ്റെ ഇമേജിനെ പോലും മാറ്റിമറിക്കുന്ന രീതിയിൽ, അതായത് കേരള കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയാക്കി സുരേഷ് കുറുപ്പ് മാറ്റിയെടുത്തത്. CPIM-ൻ്റെ ഒരു വൃത്തികെട്ട നയം എന്താണെന്ന് വെച്ചാൽ, പല ജനപ്രിയരായ നേതാക്കളെയും കൊണ്ടുവന്ന് ഒരു മണ്ഡലം മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ഫലം കൊയ്യുന്നത് മുഴുവൻ CPIM-ലെ ബൂർഷ്വാസികളായ പലരുമാണ്. വി.എൻ. വാസവൻ പിണറായി വിജയൻ്റെ ആളാണ്. വലങ്കയായി തന്നെ നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ പിണറായിസ്റ്റിൻ്റെ ഒരു ആൾ രൂപമാണ് വി.എൻ. വാസവൻ. നിലവിൽ അദ്ദേഹം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ സുരേഷ് കുറുപ്പിന് ഒന്ന് ആലോചിക്കണം, 4 തവണ കോട്ടയം MP ആയിട്ടുള്ള വ്യക്തി, രമേശ് ചെന്നിത്തലയെ പോലും പരാജയപ്പെടുത്തിയ വ്യക്തി, അദ്ദേഹം 2 തവണയാണ് ഏറ്റുമാനൂരിൽ MLA ആയത്. കഴിഞ്ഞ തവണ ഏറ്റുമാനൂരിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം നിഷേധിച്ചു. പാർട്ടിയുടെ പുതിയ തത്വപ്രകാരം 2 തവണയിൽ കൂടുതൽ തുടർച്ചയായി ആരും നിൽക്കണ്ട എന്നുള്ള രീതി വന്നു. ഈ 2 തവണയിൽ കൂടുതൽ തുടർച്ചയായി നിൽക്കണ്ട എന്ന് പറയുന്നെങ്കിലും ഏറ്റുമാനൂരിനെ ഇടതുകോട്ടയെ ആക്കാൻ സഹായിച്ചത് സുരേഷ് കുറുപ്പാണ്. ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തും CPIM നേതാക്കളെ കാല് വാരുന്ന രീതിയാണ്. ഉദാഹരണത്തിന് പത്തനംതിട്ടയിലെ റാന്നി, അവിടെ രാജു എബ്രഹാമിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ആ സീറ്റ് ഇടതുപക്ഷത്തിന് തുടർച്ചയായി 5 തവണ വിജയിക്കാൻ പറ്റിയത്. രാജു എബ്രഹാം മാറി അവിടെ പ്രമോദ് നാരായണൻ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചപ്പോൾ, അദ്ദേഹം മാണി കോൺഗ്രസിലെ വ്യക്തിയാണ് പ്രമോദ് നാരായൺ, കഷ്ടിച്ച് ജയിച്ചു എന്നുള്ളതല്ലാതെ അതെങ്ങനെ ജയിച്ചു എന്നുള്ളത് പ്രമോദ് നാരായണന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത്രയധികം കഷ്ടപ്പെട്ട് അദ്ദേഹം കേവലം 1000 വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത്. ഇതുപോലെ ജനകീയരല്ലാത്ത അല്ലെങ്കിൽ സ്വാധീനം താരതമ്യേന കുറവായവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് CPIM-ൻ്റെ പ്ലാൻ. പല ജനകീയരായ നേതാക്കളെ മാറ്റിമറിക്കുക. സുരേഷ് കുറുപ്പിനും രാജു എബ്രഹാമിനും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനമുണ്ട്. അവരൊക്കെ മന്ത്രിമാരാകാൻ യോഗ്യരായിട്ടുള്ളവരാണ്. ഇന്ന് ഇരിക്കുന്ന പിണറായി വിജയൻ ക്യാബിനറ്റിൽ പല നേതാക്കൾ പല രീതിയിലും അവർ ഒന്നിനും കൊള്ളാത്ത വളരെയധികം സങ്കുചിത മനോഭാവത്തോടു കൂടി നീങ്ങുന്നവരാണ്. അവരിൽ പലരെയും ജനങ്ങൾക്ക് കണ്ടുകൂടാ എന്നുള്ളതാണ് സത്യം. അങ്ങനെ നോക്കുമ്പോൾ സുരേഷ് കുറുപ്പിനെ പോലുള്ളവർ, രാജു എബ്രഹാമിനെ പോലുള്ളവരൊക്കെ എത്രയോ ഭേദമായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. എന്നാൽ രാജു എബ്രഹാമും സുരേഷ് കുറുപ്പും അതത് രീതിയിൽ UDF-ഉമായി ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിന് നറുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പ്രിൻസ് ലൂക്കോസ് നിന്ന് കഴിഞ്ഞ തവണ വാസവനോട് പരാജയപ്പെട്ടതെങ്കിലും അദ്ദേഹം മാണി കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും എന്ന അഭിപ്രായവുമുണ്ട്. അങ്ങനെ വന്നാൽ ഏറ്റുമാനൂർ മാണി കോൺഗ്രസ് ഏറ്റെടുക്കുമോ, അത്തരത്തിലുള്ള ചർച്ചയും ഒക്കെ വ്യാപൃതമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് വന്നാൽ അതൊരു അസറ്റാണ്. രാജു എബ്രഹാം കോൺഗ്രസിലേക്ക് വന്നാൽ അതും ഒരു അസറ്റാണ്. ഇത്തരത്തിൽ ഒരു വലിയ ഹണ്ടിലേക്ക്, ഒരു വേട്ടയാടൽ എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു ടാലന്റ് ഹണ്ട് പോലത്തെ രീതി കോൺഗ്രസ് വീണ്ടും പുറത്തെടുക്കുകയാണ്. കാരണം അധികാരം കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട്.